സംഘപരിവാർ ശക്തികളെയും ജാതി നീചത്വങ്ങൾ വിളിച്ചു പറയുന്ന ഉന്നത കുലജാതരെയും വെട്ടിലാക്കിക്കൊണ്ട് അരഞ്ഞു വീഴ്ത്തിക്കൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഘപരിവാർ ശക്തികൾക്ക് തൊടാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് വേടൻ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പിന്നോക്കക്കാരൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവൻ്റെയൊക്കെ ശബ്ദമായിട്ട് വേടൻ ജനഹൃദയങ്ങളിൽ നിഴലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാലക്കാടുള്ള വേടൻ്റെ പരിപാടി, തൃശ്ശൂറുള്ള വേടൻ്റെ പരിപാടി, ഇടുക്കിയിലുള്ള വേടൻ്റെ പരിപാടി, ഒരു പരിപാടി മുടക്കം വന്നതുകൊണ്ട് ജനങ്ങൾ രോഷാകുലരായി ഒഴിഞ്ഞുപോയ പൂരപ്പറമ്പ് പോലെ ആ ഗ്രൗണ്ടിൽ കണ്ട 10,000-കണക്കിന് ജോഡികളുടെ ചെരുപ്പുകൾ. അപ്പോൾ എന്തുമാത്രം മാസീവായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ നിബിഡമായ ആൾക്കൂട്ടമാണ് ഓരോ വേദികളിലും വേടൻ്റെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വേടനെ തേടി അല്ലെങ്കിൽ കാണുന്നതിന് വേണ്ടി വന്നു ചേരുന്നത് എന്നുള്ളതാണ് നമ്മുടെ കുറി പിടിച്ച അണ്ണന്മാർക്ക് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നത്. അപ്പോൾ അവർക്ക് അത് ഒട്ടും ദഹിക്കുന്നില്ല. ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു വലിയ കലാകാരനായിട്ട് വളർന്നു വന്ന് ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന അനീതിയെയും ജാതി മേൽക്കോയ്മയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സവർണ മേധാവിത്വത്തിന് ഒരിക്കലും തന്നെ പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ ദഹനക്കേടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലിരിക്കുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മുതൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ചൂണ്ടും വിരലുകൾക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ്, വിമർശനങ്ങൾക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നീ ഉന്നത കുലജാതനാണെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല എന്നുള്ള രീതിയിലേക്കാണ്. നീ ഒരു സവർണ മേൽക്കോയ്മയുള്ള ആളാണെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല, നീ ഒരു പുല്ലും ചെയ്യാനില്ല എന്നുള്ള രീതിയിലേക്ക് അതിനെ വളച്ചൊടിച്ച് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ രാജ്യദ്രോഹപരമായിട്ട് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ മേലാള അണ്ണന്മാർ ശ്രമിച്ചു വരികയാണ്. അതൊക്കെ വളരെ തമാശയായിട്ടേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നീ ഉന്നത കുലജാതനാണ്, എനിക്കൊരു പുലുമില്ല എന്ന് തന്നെയാണ് വേടൻ്റെ വാക്കുകൾ. അത് തന്നെയാണ് എനിക്കും അവരുടെ അടുത്ത് പറയാനുള്ളത്. നീയൊക്കെ വലിയ ആണെങ്കിൽ വേടനെ പോലെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പം ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യഭക്തിയും പറഞ്ഞ് ഉള്ള അധിക്ഷേപങ്ങൾ